വീട്ടിലെ ആരും ഭക്ഷണമൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. എല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അപ്പോൾ എൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നത് തന്നെ. അവൻ്റെ കൈ എൻ്റെ നെഞ്ചത്തിരിക്കുക, ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുക. ഈ അടുത്ത കാലത്തായി നമ്മുടെ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറിയ ഒരു നായയുണ്ട്, ചോട്ടു. ചോട്ടുവിന്റെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ചോട്ടുവിന്റെ ഓരോ പരിപാടികളും ഇഷ്ടമായിരുന്നു. വിരലുകൾ കാണിച്ചു കഴിഞ്ഞാൽ അത് നോക്കി എണ്ണം നോക്കി കുരയ്ക്കുകയും അതിരാവിലെ തന്നെ വീട്ടിലുള്ളവരെ വിളിച്ചുണർത്തുകയും പത്രം കയ്യിൽ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മിടുക്കനായ ചോട്ടുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തോ നിർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ ദിവസം മുതൽ ചോട്ടുവിനെ കാണാനില്ല എന്നുള്ളൊരു വാർത്തയാണ് പരന്നു തുടങ്ങിയത്. വീടിന്റെ പരിസരങ്ങളിലും ചുറ്റുപാടുകളിലും നാട്ടിലുള്ളവരെല്ലാവരും ചോട്ടുവിനെ അന്വേഷിച്ചെങ്കിലും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. 31-ാം തീയതി രാവിലെ മുതൽ അവനെക്കുറിച്ച് കാണാനില്ലെന്ന് മനസ്സിലാവുന്നത്. ഞങ്ങളിവിടെ ഈ പരിസരം മുഴുവൻ അന്വേഷിച്ചു. ഈ പ്രദേശം കംപ്ലീറ്റ് ഞങ്ങളെല്ലാവരും ഇവിടെ, ഞാനും മക്കളും എല്ലാവരും അന്വേഷിക്കുകയാണ്. ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ മുകളിൽ മൂത്ത മോനും അവനും കൂടെ ഒന്നിച്ചാണ് കിടന്ന് ഉറങ്ങുന്നത്. രാത്രിയിൽ 12 മണി വരെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണെന്ന് അറിയില്ല അവൻ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും ജീവിയെ കണ്ടിട്ടോ അല്ല പട്ടിയോ മറ്റോ കണ്ടിട്ടോ ആണോ എന്നറിയില്ല. അവൻ പുറത്തിറങ്ങി. പിന്നെ അവനെക്കുറിച്ചൊരു വിവരമില്ല. അടുത്ത് മുഴുവൻ അന്വേഷിച്ചു. നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതുവരെ? ഇല്ല, ഇതുവരെ ആരും കണ്ടതായിട്ടൊരു ഇത് അറിയിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെയും പോയിട്ടില്ല. ആദ്യമായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഒരു ഭയം മനസ്സിൽ തോന്നുന്നത്. വീട്ടിൽ മോനുണ്ടായിരുന്നു, മൂത്ത മോനുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു മുകളിൽ കിടന്നുറങ്ങിയത്. രാത്രി എത്ര മണിയായിരിക്കണം ഏകദേശം? എന്നാലും 12 മണിക്ക് ശേഷമായിരിക്കും. 12 മണി വരെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിന് ശേഷമായിരിക്കാം. രാത്രി കിടക്കുന്ന അവൻ്റെ കൂടെ കിടക്കും. പകല് ഉച്ചയ്ക്കൊക്കെ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കൂടെ കട്ടിലിൽ വന്ന് കിടക്കും. ഇവിടെയാണ് അവൻ കിടന്നുറങ്ങുന്നത്. അവൻ്റെ കളിപ്പാട്ടങ്ങളും സാധനമെല്ലാം ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അവൻ ഇവിടെ വന്ന് കളിയും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. രാത്രി കിടന്നുറങ്ങുന്നത് ഇവിടെ. അപ്പോൾ ചോട്ടു മിസ്സായതിനു ശേഷം ഇപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ ആരും ഭക്ഷണമൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. എല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഭയങ്കര ടെൻഷനിലാണ് എല്ലാവരും. അമ്മയ്ക്കും മക്കൾക്കൊക്കെ സങ്കടം തന്നെയാണ്? ഭയങ്കര സങ്കടമാണ്. അപ്പോൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ? തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുന്നത് എല്ലാവരും. അപ്പോൾ തിരിച്ചു വരാതെ ഞങ്ങളുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഉറങ്ങുമ്പോൾ എൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നത് തന്നെ. ഓക്കെ, ഒരു കൈ അത് 3-4 ദിവസമായി ഇവിടെ ഞാനും അവനും കൂടെ മുറിക്കകത്ത് കിടന്ന് ഉറങ്ങുമ്പം അവൻ്റെ കൈ എൻ്റെ നെഞ്ചത്തിരിക്കുക, ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുക, എൻ്റെ നെഞ്ചത്തിരിക്കുക. അപ്പം ഇളയ മോൻ വന്നിട്ട് അപ്പം അവൻ്റെ അമ്മ വിളിച്ചു, എടാ ഈ ഫോട്ടോ ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്ന് അനങ്ങാതെ വന്ന് രഹസ്യമായിട്ട് വന്ന് ഫോട്ടോ എടുത്തപ്പം 2-3 എടുത്തു. അപ്പം ശബ്ദം കേട്ടവന് സംശയം തോന്നി. കണ്ണൂർ നോക്കിയപ്പോൾ അവന്മാർ ഫോട്ടോ എടുക്കുക. അപ്പോഴേ ഈ ഫോട്ടോ എടുക്കുന്ന അവൻ്റെ ഒരു ചമ്മലാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് അവൻ അങ്ങ് ഇറങ്ങിപ്പോയി. ക്യാമറ കണ്ടാ ചമ്മല. ഇന്ന് അവൻ എനിക്ക് അത് ഇട്ട് കാണിച്ചു തന്നു. ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു. ഇന്നാണ് ഇങ്ങനെ അപ്പം വൈഫ് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അവൻ നിങ്ങളുടെ നെഞ്ചത്ത് കൈ വെച്ച് കിടന്ന് ഉറങ്ങുന്നേ എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചു തന്നു. അപ്പം അവിടെ കിടക്കുമ്പം എൻ്റെ അടുത്ത് വന്ന് കിടക്കും. ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഉറങ്ങുമ്പം കൈ എൻ്റെ നെഞ്ചത്ത് എടുത്ത് വെച്ചേക്കും. രാവിലെ പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവൻ ഇവിടെ വന്ന് കിടക്കും. ഇവിടെ വന്ന് എന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കും. ഞാൻ വന്ന് വിളിച്ചതിന് ശേഷമേ പുറത്തോട്ട് വരാറുള്ളൂ. താഴെ ഇറങ്ങി വരും. അല്ല ഇപ്പം ചിലപ്പോൾ അവർ വിളിച്ചാലും ഇറങ്ങി വരില്ല. ഞാൻ വന്നതിന് ശേഷം വരും. എൻ്റെ അടുത്താണ് കൂടുതൽ അടുപ്പവും. എല്ലാവരുമായിട്ട് സ്നേഹമാണ്, എന്നാലും കൂടുതൽ അടുപ്പം എൻ്റെ അടുത്ത് നിന്ന് മാറാതെ നിൽക്കും. വന്ന ഉടനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ പോകുന്നൊരു പതിവില്ല. അപ്പം ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങി. അപ്പം അന്വേഷിച്ച് ഒരു ദിവസം സാധാരണ അങ്ങനെ പോയാലും ഒരു അരമണിക്കൂറിനുള്ളിൽ അവൻ തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കാണാതെ വന്നപ്പം അന്വേഷണം തുടങ്ങി. അന്വേഷിച്ച് അന്ന് മുഴുവനും കണ്ടില്ല. അങ്ങനെ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ട് ഇന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നിരുന്നു. ഡെയിലി ഇപ്പം വ്ളോഗൊക്കെ ഒരുവിധം അത്യാവശ്യം നല്ല റീച്ചൊക്കെ ആയിരുന്നു ചാനലിലും. അവൻ്റെ പ്രേക്ഷകരൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പ്രേക്ഷകരൊക്കെ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വരുമാനമൊന്നും ഇവിടെ ആരും എടുക്കില്ല. അതെല്ലാം അവൻ്റെ കാര്യത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവന് കളിപ്പാട്ടം വാങ്ങാനും അവന് യാത്ര ചെയ്യാനും. അപ്പോൾ ഇത് അറിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു? ഒരുപാട് പേര് വിളിച്ച് അവനെ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അത് കിട്ടിയെന്ന് അന്വേഷിക്കാൻ എല്ലാവർക്കും സംശയം തോന്നിയത് ഒരു കൗമുദി ചാനലിൽ ഒരു പ്രാങ്ക് വീഡിയോ വന്നിരുന്നു. അപ്പോൾ ഇതിന് പ്രാങ്കിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ആണോ എന്നൊരു സംശയം എല്ലാവർക്കും തോന്നി. അങ്ങനെ ഒരുപാട് പേര് വിളിച്ചു കൺഫേം ആക്കി. അപ്പോൾ ആദ്യമേ കാണാനില്ലെന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ചിലപ്പം പ്രാങ്ക് ആണെന്ന് വിചാരിച്ച് പ്രാങ്കാണെന്ന് കരുതിയിട്ടുണ്ടാവും. തട്ടിക്കൊണ്ടുപോകുന്ന സംശയം വല്ലതുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. കാരണം അവനെ ഇതുവരെ ഈ 2 ദിവസമായിട്ടും ഈ പ്രദേശത്തെങ്ങും ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. ആരെങ്കിലും കണ്ടാൽ അപ്പോഴേ ഞങ്ങളെ ഇൻഫോം ചെയ്യേണ്ടതാണ്. ഇതുവരെ ആരും അവനെ കണ്ടതായിട്ട് അറിയിച്ചിട്ടില്ല. ഓരോ കോൾ വരുമ്പോൾ പ്രതീക്ഷയാണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കോൾ എടുക്കുന്നത്. അല്ലാതെ അപ്പോൾ വിളിക്കുന്ന എല്ലാവരും ഈ ഇവനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വിളിക്കുന്നത്.
നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്നടത്ത് കണ്ടു എന്ന് പറയാൻ അങ്ങനൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടുന്ന് തന്നെ എല്ലാ ആഹാരം കഴിക്കും, പുറത്തുനിന്നൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ആഹാരത്തോട് വലിയ ആർത്തിയോ അങ്ങനെ അതൊന്നുമില്ല. ആകെ ഉള്ളത് ഈ മുട്ടയോടായിരുന്നു താല്പര്യം. അപ്പോൾ ഇവിടെ ഈ ചാനലുകൾ വന്ന് എപ്പോഴും മുട്ട പൊരിച്ച് കൊടുത്തപ്പോൾ അപ്പോൾ അതിനോട് അങ്ങനെ വലിയ ആയതൊന്നുമില്ല. പിന്നെ അവൾ കിടന്ന് നിർബന്ധിച്ച് പുന്നരിച്ചിട്ടൊക്കെ കുറച്ച് ചോറൊക്കെ തിന്നുന്നത്, ചോറും മീന് ചിക്കന് അതൊക്കെ. പിന്നെ അവന് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത്. അവനെക്കുറിച്ച് എന്തെങ്കിലും കേരളത്തിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവർക്കും ചോട്ടുവിനെ കണ്ടാലറിയാം. അപ്പോൾ അവൻ്റെ വീഡിയോ കണ്ടവരും അല്ലാതെ പിന്നെ മീഡിയകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. കാണുന്നവർ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാലും ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായും ഇത്രയധികം സ്നേഹമുള്ള ഒരു ജീവജാലത്തിന് എങ്ങനെ വീട് വിട്ട് പോകാനാകും? പലപ്പോഴും പല ആൾക്കാരുടെയും അഭ്യൂഹങ്ങൾ പ്രകാരം ചോട്ടുവിനെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്നോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയതാണെന്നോ ഒക്കെ പലതരത്തിലും ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഓരോ നിമിഷവും ഈ വീട്ടിലുള്ളവർ ചോട്ടുവിനെ കാത്തിരിക്കുകയാണ്. ഓരോ കാലൊച്ചകളും ചോട്ടുവിൻ്റെതാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പടിവാതിലുകളിൽ നോക്കിയിരിക്കുന്നു. എന്തായാലും ചോട്ടു ഉടൻ തന്നെ തിരിച്ചു വരുമെന്ന് ഞങ്ങളും ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കാരണം ഇത്രയധികം സ്നേഹമുള്ള, സത്യമുള്ള, വാത്സല്യമുള്ള നല്ല ഒരു നായക്കുട്ടിയെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. കാരണം ചോട്ടുവിന് ആ കഴിവുകളെല്ലാം ഉണ്ട്. എന്തായാലും ചോട്ടു ഉടൻ തന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരട്ടെ എന്നും ദിലീപ് കുമാറിനൊപ്പം വീണ്ടും കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചുമൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറട്ടെ എന്നും ഞങ്ങളും ആശംസിക്കുന്നു. എന്തായാലും പ്രിയ ചോട്ടു തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് പേർ കാത്തിരിക്കുന്നു. ചോട്ടു തിരികെ വീടെത്തും വരെ നമുക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായും ചോട്ടു പഴയതുപോലെ ഈ വീടിന് മുന്നിൽ കളിച്ചു ചിരിക്കുന്ന വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.